ധർമ്മസ്ഥലയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ വീണ്ടും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. സാക്ഷി നേരത്തെ ചൂണ്ടിക്കാട്ടാത്ത പുതിയ പോയിന്റിൽ നടത്തിയ തെരച്ചിലിലാണ് താടിയെല്ലും അസ്ഥിഭാഗങ്ങളും സാരിയും കണ്ടെത്തിയത്. കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി ലാബിലേക്ക് മാറ്റി. കാടിനുള്ളിൽ നടത്തിയ ഇന്നത്തെ പരിശോധന പൂർത്തിയായി. സരീഷ് പി കെ നൽകും വിവരങ്ങൾ. സരീഷ്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആകാംക്ഷയുടെയും സസ്പെൻസുകളുടെയും ദിവസമായിരുന്നു ഇന്ന് ധർമ്മസ്ഥലയിൽ. 11, 12, 13 പോയിന്റുകളിലായിരുന്നു പരിശോധന നടത്തേണ്ടതെങ്കിൽ ഇന്ന് ഉദ്യോഗസ്ഥരെത്തി നേരെ പോയത് കാടിനകത്തേക്കായാണ്. സാക്ഷി കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത പോയിന്റിനപ്പുറത്തേക്കൊരു പോയിന്റിലേക്ക് അവർ എത്തുന്നു. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നു. അതിൽ കൃത്യമായി താടിയെല്ലും അസ്ഥിഭാഗങ്ങളും അതോടൊപ്പം തന്നെ സാരി, പൈപ്പ് ഉൾപ്പെടെയുള്ളവയാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തലായി പുതിയ പോയിന്റിലെ അസ്ഥിഭാഗങ്ങൾ മാറുകയാണ്. അത് നാളെ ഫോറൻസിക് വിഭാഗം ബാംഗ്ലൂരിലേക്ക് അയക്കും. അവിടെയായിരിക്കും രാസപരിശോധന ഉൾപ്പെടെയുള്ളവ നടക്കുക. ഇനിയുള്ള പുതിയ പോയിന്റുകൾ ഉൾപ്പെടെ പരിശോധന നടത്തും എന്നാണ് SIT അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല സംഭവവികാസങ്ങളും ഇന്നുണ്ടായി എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് 2000 മുതൽ 2015 വരെയുള്ള ദുരൂഹ മരണങ്ങളുടെ പട്ടിക അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പോലീസ് എന്നുള്ളതാണ്. RTI നിയമപ്രകാരം നൽകിയ അപേക്ഷയിലൂടെ മറുപടിയാണ് പോലീസ് തന്നെ ഈ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ രേഖകൾ അത് പോലീസിൻ്റെ കയ്യിലില്ല എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ മാധ്യമ വിലക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കോടതി കയറിയ മാധ്യമങ്ങൾക്ക് കീഴ്ക്കോടതി മാധ്യമ വിലക്ക്, ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അത് ഹൈക്കോടതിയിൽ പോയി അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കീഴ്ക്കോടതി തന്നെ ഇത് വീണ്ടും വാദം കേൾക്കണം എന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ നിർദ്ദേശം അത് കീഴ്ക്കോടതിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ വാദം കേൾക്കേണ്ടിയിരിക്കുന്ന ജഡ്ജി ആ കേസിൽ നിന്നും പിന്മാറുന്നൊരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ ജഡ്ജി എന്ന് പറയുന്നത് ധർമ്മസ്ഥലയുടെ നിയമ കോളേജിൽ ആണ് പഠനം നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിച്ചിരുന്ന അഭിഭാഷകന്റെ ജൂനിയർ കൂടിയായിരുന്നു അദ്ദേഹം പിന്മാറുന്നു. അതോടൊപ്പം തന്നെ ഈ GPR ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്ന് അഭിഭാഷകർ മുന്നോട്ട് വരുന്നു. പുതിയ പരാതിയുമായി ആളുകൾ അല്ലെങ്കിൽ പരാതിക്കാർ വീണ്ടും രംഗത്ത് വരുന്നു. അങ്ങനെ സംഭവ ബഹുലമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് ധർമ്മസ്ഥലയിൽ പരിസമാപ്തി കുറിക്കുന്നത്. നാളെ വീണ്ടും 11, 12, 13 പോയിന്റുകൾക്കപ്പുറത്തേക്ക് മറ്റേതെങ്കിലും സ്ഥലത്തുകൂടി പരിശോധന നടത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്.